നമുക്ക് സിദ്ധ സിസ്റ്റത്തിൽ നമുക്ക് ക്യാൻസറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 മൊഡാലിറ്റിയിൽ സിദ്ധ ചികിത്സയിൽ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ സിദ്ധയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻസിൻ്റെ ഒരു ആക്ഷൻ എന്നുള്ള തലത്തിൽ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേകതര ഔഷധങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം. ഇപ്പം ഏറ്റവും ചിരപരിചിതമായിട്ട് നമ്മളെല്ലാം യൂസ് ചെയ്ത് വരാറുള്ള കഷായങ്ങളുണ്ട്, അല്ലെങ്കിൽ പിന്നെ ചൂർണങ്ങളുണ്ട്, ലേഹ്യങ്ങളുണ്ട്. സിദ്ധയിൽ മാത്രം അനുവർത്തിച്ച് വരാറുള്ള ചില പ്രത്യേകതരം ഭസ്മസിന്ദൂര പ്രയോഗങ്ങൾ, പർപ്പങ്ങൾ എന്ന് സിദ്ധയിൽ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഔഷധങ്ങളുണ്ട്. തീർച്ചയായിട്ടും പല തരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ സിദ്ധയിലുണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 മൊഡാലിറ്റിയിൽ, പ്രത്യേകിച്ചും ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, ടാർഗറ്റഡ് ആയിട്ട് ഇന്ന ഒരു കണ്ടീഷനിൽ, ഇപ്പോൾ തൈറോയിഡിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ, അതിൻ്റെ സെക്കൻഡറീസ് ഇപ്പോൾ ബ്രെയിനിലോട്ട് മാറി അല്ലെങ്കിൽ ലങ്സിലോട്ട് പോയി എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് മെഡിസിൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഉള്ളത്. അപ്പോൾ തെറാപ്യൂട്ടിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിസിൻസിന് അനുപാനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ചികിത്സാ രീതിയിൽ, ഇപ്പോൾ ഒരു ഔഷധം തന്നെ നമ്മളിപ്പം ഒരു പ്രത്യേക അവയവത്തിലുണ്ടാകുന്ന രോഗത്തെ ചികിത്സിക്കുന്നതിന് ഒരേ ഔഷധം തന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു എക്സാമ്പിളിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ, ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തങ്കം എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷനെ അത് വളരെ പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതിനെ സ്ഫുട പ്രക്രിയകൾക്ക് വിധേയമാക്കിക്കൊണ്ടും അതിനെ ഒരു ഭസ്മ രൂപത്തിലേക്ക്, ഒരു നാനോ കണത്തിൻ്റെ അളവിലേക്ക് പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അത്തരത്തിലുള്ള കണങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചുകൊണ്ട് തങ്കപർപ്പം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു മെഡിസിനാണ് തങ്കപർപ്പം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷനാണ് പൂർണ്ണയന്ത്രം എന്ന് പറയുന്നത്. ഈ ഔഷധത്തെ നമുക്കിപ്പോൾ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ക്യാൻസറിനാണ് നമുക്കത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള അല്ലെങ്കിൽ നെയ്യ് പോലുള്ള പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. ആ നെയ്യ് പോലുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും ഒരു പക്ഷേ ആ മെഡിസിൻ അത് ബ്രെയിനിലെത്തിക്കുന്നതിന് ആക്ട് ചെയ്യുക. അതൊരു വാഹനം എന്നാണ് നമ്മൾ പറയുക. ആ ഒരു വാഹനം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന നെയ്യായിരിക്കും. ഈ മെഡിസിൻ തന്നെ ലങ്സിലുണ്ടാകുന്ന ഒരു അസുഖത്തിനാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കേണ്ടത് എന്നുള്ളതെങ്കിൽ ചിലപ്പോൾ അത് ഹണിയായിരിക്കും അതിൻ്റെ അനുപാനമായിട്ട് വരിക. ഇത്തരത്തിൽ അനുപാനം മാറ്റിക്കൊണ്ട് ഒരേ ഔഷധം തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പല അവയവങ്ങളിലുണ്ടാകുന്ന, പല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് അത്തരത്തിൽ അനുപാനം മാറ്റിക്കൊണ്ട് ഒരേ ഔഷധങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി, അല്ലെങ്കിൽ ചികിത്സയിൽ അനുവർത്തിച്ച് വരുന്ന ഒരു പ്രത്യേകതരം മൊഡാലിറ്റിയാണ് അനുപാനം എന്ന് പറയുന്നത്.